നമസ്കാരം, എൻ്റെ പേര് നോജിൻ എന്നാണ്. അപ്പം ഇന്നത്തെ ബൈബിൾ വാക്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ചാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. മനുഷ്യൻ്റെ പതനം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. സർപ്പം എന്ന് പറയുമ്പം നമ്മൾ പൈശാചികതയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിശാചിനെ ബൈബിളിലും ഒക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് സർപ്പത്തെ വെച്ചാണ്. ഉഗ്രമേറിയ വിഷം കൂടിയ സർപ്പത്തെയൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ ആദ്യ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പം അതിൻ്റെ അകത്ത് സർപ്പത്തെയാണ് പൈശാചികതയെ കൊണ്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പം കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടോ? അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഓരോ ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും അവർക്ക് മനുഷ്യൻ വിളിക്കുന്ന പേരുകൾ അവർക്ക് പേരായി തീർന്നുവെന്നും അതുപോലെ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ഏതെങ്കിലും തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കേട്ടു നോക്കാം. സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ നിഷ്കളങ്കയായിട്ട് ആ രീതിയിൽ അങ്ങ് സംസാരിച്ചു, പറഞ്ഞു കൊടുത്തു. അപ്പോൾ സർപ്പത്തിൻ്റെ ഉഗ്രമായ കൗശലമേറിയ സർപ്പമായിരുന്നു. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിയാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. അങ്ങനെയാണ് ഫസ്റ്റ് പാപം ഉണ്ടാകുന്നത്. പിന്നെ ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നനാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. അപ്പോൾ അപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നത്, നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കുഞ്ഞു പിള്ളേർ ശിശുക്കളായിരിക്കുമ്പം അവർക്ക് നന്മയും തിന്മയും അറിയില്ല. അവർ അത്രയും നിഷ്കളങ്കമായ ജീവിതമായിരിക്കും അവർ നയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശിശുക്കളെപ്പോലെ നിങ്ങൾ ആകണമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത്. അപ്പം വലുതാകും തോറും അവരുടെ കണ്ണ് തുറക്കുകയാണ് അതിന്. നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണ് അവരുടെ കണ്ണ് തുറക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി വായിക്കാം. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും സ്ത്രീയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിൻ്റെ മരങ്ങൾക്ക് ഇടയിൽ ഒളിച്ചു. ആ തെറ്റ് ചെയ്തല്ലോ എന്നുള്ള ഒരു ഇത് അവരെ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ഒളിക്കാനായിട്ട് പ്രേരണ നൽകി. അവിടുന്ന് പുരുഷനെ വിളിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? കണ്ടോ, അതാണ് ഏറ്റവും വലിയ പാപം. തിന്മ ചെയ്യരുതെന്നുള്ള കാര്യം ചെയ്യാൻ പാടില്ല. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ വൃക്ഷത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ഇതാണ് നമ്മൾ എപ്പോഴും ജാഗരൂകതയോടെ ഇരിക്കണം. നന്മയും തിന്മയും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പൂർവ്വപിതാവായ ആദം ഹവ്വായും തെറ്റ് ചെയ്തത് വഴി നമ്മളിലേക്കും ആ ഒരു ജന്മഭാവം എന്ന് പറയുന്ന ഭാവം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയും. അപ്പം നമ്മൾ എപ്പോഴും ജാഗരൂകതയോടെ ഇരിക്കുക. നന്മയിലേക്ക് മാത്രം കണ്ണു ഓടിക്കുക, തിന്മയെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. അങ്ങനെ നമുക്കും നല്ല ദൈവാനുഗ്രഹത്തിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് കഴിയാനായിട്ട് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്വരം ശ്രവിക്കാനായിട്ടും തിന്മയുടെ സ്വരത്തിനെതിരെ കാത് അടയ്ക്കാനും
ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നിടം വരെ അങ്ങയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു പടയാളിയെ പോലെ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നമ്മെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.